നഷ്ടപ്പെട്ടവരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം അളവറ്റതും മനുഷ്യബുദ്ധിക്ക് അതീതവുമാണ്. ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് പാപത്തിൽ അകപ്പെട്ട ദൈവിക മഹത്വത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ അനുകമ്പയാണ്. ആരും നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെട്ട് നിത്യജീവിതം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ സുവിശേഷം 3:16 വ്യക്തമായി വായിക്കുന്നു. ഇത് ദൈവസ്നേഹത്തിൻ്റെ കാതലായ സത്യമാണ്. പാപികളായ നമ്മെ രക്ഷിക്കുവാൻ ദൈവം സ്വന്തം പുത്രനെ നൽകുവാൻ തയ്യാറായി. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടവരോടുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട ആടിനെ തേടിപ്പോകുന്ന ഇടയൻ, നഷ്ടപ്പെട്ട ദ്രഹ്മ കണ്ടെത്തുന്ന സ്ത്രീ, ദൂരദേശത്തേക്ക് പോയി എല്ലാം നശിപ്പിച്ചു കളഞ്ഞ് മകനെ കാത്തിരിക്കുന്ന പിതാവ്. ഈ ഉപമകളെല്ലാം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെയും ക്ഷമയെയും എടുത്തു കാണിക്കുന്നു. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം അധികം സന്തോഷിക്കുന്നു എന്ന് യേശു പഠിപ്പിച്ചു. നമ്മൾ നഷ്ടപ്പെട്ടവരായിരിക്കുമ്പോൾ പോലും ദൈവം നമ്മെ തേടിയെത്തി. നമ്മൾ ക്രൂശിനോട് ശത്രുത്വമുള്ളപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. ദൈവിക സ്നേഹം നമ്മെ മാനസാന്തരത്തിലേക്കും നിരപ്പിൻ്റെ അനുഭവത്തിലേക്കും നമ്മെ നയിക്കുവാൻ പ്രാപ്തമാണ്. ഈ വലിയ സ്നേഹം തിരിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരിലേക്കും പകരുവാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം നഷ്ടപ്പെട്ട ഒരാളെയും ദൈവം ഉപേക്ഷിക്കുന്നില്ല. ഗോഡ് ബ്ലസ് യു.